ഹരേ കൃഷ്ണ. വൈകുണ്ഠത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വ്യാഴമാറ്റം 15 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സൗഭാഗ്യവും സമൃദ്ധിയും നന്മയും നൽകിക്കൊണ്ട് അതിൻ്റേതായിട്ടുള്ള പ്രഭാവം തുടങ്ങിക്കഴിഞ്ഞു. ജൂൺ മാസം 28-ാം തീയതി കഴിയുന്നതോടുകൂടി വ്യാഴം അതിൻ്റെ എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും ഈ 15 നക്ഷത്രക്കാർക്ക് നൽകി തുടങ്ങുകയാണ്. അപ്പോൾ ശനിയുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്ന് നിങ്ങൾ അത്ഭുതപൂർവമായ രീതിയിൽ നിങ്ങളെ കൈ പിടിച്ചുയർത്തുകയാണ് വ്യാഴദേവൻ. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഈ ഒരു സമയത്തുണ്ടാവും. 7.5 ശനി ആയിക്കോട്ടെ, അഷ്ടമ ശനി ആയിക്കോട്ടെ, കണ്ടക ശനി ആയിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതിൽ മൂലം നിങ്ങളുടെ കൈവിട്ടു പോയ സൗഭാഗ്യങ്ങൾ വ്യാഴദേവൻ ഓരോന്നായി ഈ 15 നക്ഷത്രക്കാർക്കും നൽകി തുടങ്ങുകയാണ്. ജൂൺ 28 മുതൽ മഹാവിഷ്ണുവും ഗുരുവായൂരപ്പനും നിങ്ങൾക്ക് ഈ എല്ലാ അനുഗ്രഹങ്ങളും പ്രസാദിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതിയെ തന്നെ മാറ്റും. ഈ തുടങ്ങുന്ന 150 ദിവസങ്ങൾ സൗഭാഗ്യത്തിൻ്റെ പെരുമഴയായിരിക്കും. ഭാഗ്യ പെരുമഴ കാലമാണ് ഈ നക്ഷത്രക്കാരിലേക്ക് ഭഗവാൻ വർഷിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇത്രയും അനുകൂലമായി വരുന്ന സമയം ജീവിത വിജയം സുനിശ്ചിതമാണ്. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾക്ക് അനുകൂലമാവുകയും നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും തീർന്ന് ജീവിത വിജയം നമുക്ക് സുനിശ്ചിതമാണ്. അപ്പോൾ നിങ്ങൾ ഇതിലുള്ളവരെല്ലാം ഈ 15 നക്ഷത്രക്കാരും ഏറ്റവും വലിയ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെ കൊടുമുടി കയറുന്ന ദിവസങ്ങളായിരിക്കും വന്നു ചേരുന്നത്. അത്യപൂർവമായ ഈ സൗഭാഗ്യങ്ങളിലേക്ക് കിടക്കുന്ന ഈ 15 നക്ഷത്രക്കാരും വ്യാഴാഴ്ച അവർ മഹാസുദർശന ഹോമം നടത്തുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ നക്ഷത്രവും പേരും രേഖപ്പെടുത്തിയാൽ നിങ്ങൾക്ക് അതിൽ നിങ്ങളുടെ നക്ഷത്രത്തിലും പേരിലും ആ വഴിപാട് നടത്തുന്നതായിരിക്കും. അപ്പം അനിർവചനീയമായ ജീവിത വിജയത്തിൻ്റെ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ദിനങ്ങളിലേക്ക് കടക്കുക. ജൂൺ 11-ാം തീയതി വ്യാഴാഴ്ച മുതൽ നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാ വ്യാഴാഴ്ചകളിലും തുടർച്ചയായി 7 വ്യാഴാഴ്ചകളിൽ ലക്ഷ്മി നാരായണ പൂജ, മഹാവിഷ്ണു പൂജയും നടക്കും. തൊഴിൽ തടസ്സം മാറും, വിവാഹ തടസ്സം മാറും, കടബാധ്യതകൾ, അങ്ങനെ ജീവിത പ്രതിസന്ധികളിൽ പെട്ടുപോയവർ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായി കമൻറ്റ് ബോക്സിൽ നൽകുക. നിങ്ങൾക്ക് വേണ്ടി നക്ഷത്രവും പേരും പറയുക. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എൻ്റെ എല്ലാ പ്രിയ പ്രേക്ഷകരും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ നൽകുക. 27 നക്ഷത്രക്കാരി സൂര്യ തേജസ്സോടെ ഉയർന്നു നിൽക്കുന്ന 5 ഊറുകളിൽ പെട്ട 15 നക്ഷത്രക്കാരെക്കുറിച്ച് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. ഞാനിവിടെ പറയുന്ന 15 നക്ഷത്രക്കാരിൽ ഒരാളെങ്കിലും നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ ആ വീടിൻ്റെ സൗഭാഗ്യമാണ്, ആ വീട്ടുകാരുടെ സൗഭാഗ്യമാണ്. കുറിച്ചു വെച്ചു. എൻ്റെ ഈ പറയുന്ന പ്രവചനം അച്ചിട്ടാവുക തന്നെ ചെയ്യും. ഈ ഒരു വ്യാഴമാറ്റത്തിൻ്റെ ഫലങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ മന്ത്രങ്ങൾ നിത്യവും ഉരുവിട്ടോണം, നിത്യവും ജപിച്ചോണം. ഇത് ശീലമാക്കുക. ജീവിതത്തിൻ്റെ ഒരു ശീലമാക്കുക. ജീവിതത്തിൽ ഇത് കമ്പൽസറി ആയിട്ട് വേണം എന്ന്. ഇങ്ങനെയാണ് ഒരു ദിവസം നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ അങ്ങനെ ഇതിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ ജപിക്കുക. അത് ശീലമാക്കുക. എന്നിട്ട് അത് ശീലമാക്കി മാറ്റിയെടുക്കുക. നിങ്ങൾ ജനിച്ച കൂറിൻ്റെ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ നല്ലതാണെങ്കിലും ഇനി അല്ലാത്തവരാണെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഈ നാമങ്ങൾ ചൊല്ലുന്നതിൽ യാതൊരു മാറ്റവും വരുത്തരുത് കേട്ടോ. അത് നിങ്ങളിലേക്ക് യാതൊരു തരത്തിലുള്ള ദോഷവും അടുക്കാതിരിക്കാൻ നിങ്ങളെ സഹായിക്കും. വ്യാഴം മാറുമ്പോൾ ഉണ്ടാകുന്ന ഈ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എപ്പോഴും കിട്ടുന്നതല്ല. അതപ്പോൾ കിട്ടുന്ന സമയം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല സൗഭാഗ്യകാലമാണ് തുടങ്ങുന്നത്. അപ്പം ഈ 15 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന്, നിങ്ങളിലേക്ക് വരുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ വിശദമായി കേട്ടോളൂ. വ്യാഴമാറ്റം കൊണ്ട് സൗഭാഗ്യം വന്നിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രാശി മിഥുന രാശിയാണ്. മിഥുനക്കൂറിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രക്കാർക്ക് വ്യാഴം 2-ാം ഭാവത്തിലേക്കാണ് മാറി വന്നിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന തീരാ ദുരിതങ്ങളിൽ നിന്നും ജീവിത പ്രയാസങ്ങളിൽ നിന്നും ഭഗവാൻ മഹാവിഷ്ണു നിങ്ങളെ കാത്തു രക്ഷിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 നക്ഷത്രക്കാർക്കും ജന്മത്തിലായിരുന്ന വ്യാഴം
അനിഷ്ടസ്ഥിതി മാറി വ്യാഴം അനുകൂലമായ സ്ഥാനത്തേക്ക്, അതായത് 2ാം ഭാവത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അതും വ്യാഴത്തിൻ്റെ ഉച്ചക്ഷേത്രമായ കർക്കിടകൻ രാശിയിൽ അനുകൂലമായ ഫലങ്ങളായിരിക്കും ഇനിയും ഈ 3 നക്ഷത്രക്കാർക്ക് ലഭിക്കുക. ഏർപ്പെടുന്ന കാര്യങ്ങളിലെല്ലാം സുനിശ്ചിതമായ വിജയമാണ് വന്നു ചേരുന്നത്. പ്രയത്നങ്ങൾക്ക് വേഗം ഫലസിദ്ധി കൈവരും. സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികളുടെ എല്ലാ രീതിയിലുള്ള സഹായങ്ങളും പിന്തുണയും ലഭിക്കുന്ന ഒരു സമയമാണ്. പഠനകാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങൾ മികവുണ്ടാവും. മികച്ച രീതിയിലുള്ള വിദ്യാഭ്യാസം പൂർത്തീകരിക്കാൻ സാധിക്കും. അതിനുള്ള അർഹതയ്ക്കപ്പുറത്തേക്ക് നിങ്ങൾ ഉയരങ്ങളിൽ എത്തും. നിങ്ങൾക്ക് അവസരങ്ങൾ കൈവരുന്ന ഒരു സമയം കൂടിയാണിത്. ധനപരമായിട്ട് ഏറ്റവും അധികം ഉയർച്ച മിഥുനക്കൂറുകാർക്ക് വന്നു ചേരുക. മിഥുനക്കൂറിൽപ്പെട്ട മകീരം, തിരുവാതിര, പുണർദം നക്ഷത്രർക്ക് പല രീതിയിലുള്ള സാമ്പത്തിക വിഷമതകളും കടബാധ്യതകളും കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആത്മഹത്യ വരെ അവർ ചെയ്താലോ എന്ന് ചിന്തിച്ച ജീവിതമായിരുന്നു അവർ. അത്തരത്തിലുള്ള എല്ലാ സാമ്പത്തിക വിഷമതകളും മാറി, കടബാധ്യതകളും മാറി നിങ്ങളുടെ കൈകളിലേക്ക് വളരെ വലിയ രീതിയിലുള്ള ധനം വന്നു ചേരുന്ന ഒരു സമയമാണിത്. അപ്രതീക്ഷിതമായിട്ട് വളരെ വലിയ രീതിയിലുള്ള ധനം നിങ്ങൾക്ക് വന്നു ചേരും. അതൊരു പക്ഷേ നിങ്ങൾക്ക് തൊഴിലിൽ നിന്ന് കിട്ടുന്ന ധനമായിരിക്കാം, കിട്ടാനുണ്ടായ പണം തിരിച്ചു കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ലോട്ടറി സൗഭാഗ്യമായിരിക്കാം, നിധി പോലുള്ള കാര്യങ്ങൾ ലഭിക്കുന്നതായിരിക്കാം. അതുമല്ലെങ്കിൽ അനുയോജ്യമായി വിവാഹബന്ധങ്ങളിലൂടെ നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന ധനമാവാം. ചിലർക്കാകട്ടെ പൂർവിക സ്വത്ത് കൈവശം വന്നു ചേരുന്നതാകും. ചിലർക്കാകട്ടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ മറ്റേതെങ്കിലും വഴിയിൽ നിന്നോ കിട്ടാവുന്ന ധനം കിട്ടും ആയിരിക്കാം. ഏത് രീതിയിലായാലും പല വഴികളിൽ കൂടി വലിയൊരു ധനം ഈ 3 നക്ഷത്രക്കാരുടെയും കൈകളിലേക്ക് അടുത്ത ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ വന്നു ചേരുമെന്നുള്ളതാണ്. അതുപോലെ അനുയോജ്യമായ വിവാഹബന്ധങ്ങൾ വന്നു ചേരും. അതുപോലെ ഉത്തമമായ സന്താന സൗഭാഗ്യം വന്നു ചേരും. പ്രണയബന്ധങ്ങൾ, സ്നേഹബന്ധങ്ങൾ വിവാഹത്തിലേക്ക് കലാശിക്കും. ഏറ്റവും നല്ലൊരു സമയം കൂടിയാണ് ഈ വരുന്ന. വിവാഹ ജീവിതം ആഗ്രഹിക്കുന്നവർക്ക്, പുനർവിവാഹം ആഗ്രഹിക്കുന്നവർക്കും എല്ലാം അനുയോജ്യമായ സമയമാണിത്. സ്വർഗസമാനമായ ജീവിത വിജയങ്ങളിലേക്ക് നടന്നെടുക്കുന്ന സമയം. സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഇവർക്കെല്ലാം ഏറ്റവും അനുയോജ്യമായ സമയമാണ് തെളിഞ്ഞിരിക്കുന്നത്. പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാനും ഉള്ള ബിസിനസ് സംരംഭങ്ങൾ നവീകരിച്ച് പുതിയ ജീവിത വിജയത്തിലേക്ക് എത്തിക്കുവാനും ഏറ്റവും അനുകൂലമായ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. എല്ലാ അർത്ഥത്തിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് ധനപരമായ നേട്ടങ്ങളുടെ ഒരു സുവർണ കാലമാണ് ഇനിയും. മക്കൾക്ക് മാതാപിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. ബന്ധുജന ഗുണം അനുഭവിക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. അതുപോലെ ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ അംഗീകാരം ലഭിക്കാനും ഇഷ്ടസ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കും. തൊഴിൽ അന്വേഷകർക്ക് ഏറ്റവും കൂടുതൽ അനുകൂല ഫലങ്ങൾ വന്നു ചേരുക. വിദേശത്തായാലും സ്വദേശത്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള തൊഴിൽ വിജയങ്ങൾ വന്നു ചേരും. കുടുംബ ജീവിതത്തിൽ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ നിലനിന്നിരുന്ന അസ്വസ്ഥതകളെല്ലാം മാറി കുടുംബജീവിതം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സമയമാണ് വന്നു ചേരുന്നത്. വാഹന, ഭൂമി, വീട് എന്നിവ വാങ്ങാനുള്ള ചിരകാല അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്ന സുദിനങ്ങൾ. ബന്ധുക്കളും സുഹൃത്തുക്കളുമായി നിലനിന്നിരുന്ന എല്ലാ രീതിയിലുള്ള പിണക്കങ്ങൾ മാറി നല്ല രീതിയിൽ സൗഹൃദം, ബന്ധം, ഹൃദയബന്ധം, രക്തബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ദിവസങ്ങളായിരിക്കും മിഥുനക്കൂറിൽപ്പെട്ട ഈ 3 നക്ഷത്രക്കാരും. ജീവിതത്തിൻ്റെ ഏത് തുറകളിൽ പ്രവർത്തിക്കുന്നവരായാലും എല്ലാവർക്കും ജീവിത വിജയം ഉണ്ടാവുക തന്നെ ചെയ്യും. 2ാം ഭാവം എന്ന് പറയുന്നത് സാമ്പത്തിക സ്ഥാനമാണ്, ധനസ്ഥാനമാണ്. എങ്കിലും ധനപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സുനിശ്ചിത വിജയം വന്നു ചേരും ഒരു കാലഘട്ടമാണ് വ്യാഴമാറ്റത്തിലൂടെ. ഉച്ചക്ഷേത്രമായ കർക്കിടക രാശിയിലേക്കുള്ള വ്യാഴത്തിൻ്റെ മാറ്റത്തിലൂടെ സംഭവിക്കാൻ പോകുന്നത്. വ്യാഴത്തിൻ്റെ അതിദേവനായ മഹാവിഷ്ണുവിനെ, സാക്ഷാൽ ഗുരുവായൂരപ്പനെ എന്നും മനസ്സിൽ വിചാരിക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടന്നു കിട്ടും. എല്ലാം മംഗളകരമായി ഭവിക്കട്ടെ. ഈ പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ലാതെ നിങ്ങൾക്ക് നടക്കും. അടുത്തത് ഉത്രം, അത്തം, ചിത്ര നാളുകാർക്ക് വ്യാഴം 11ാം ഭാവത്തിലേക്കാണ് മാറുന്നത്. 10ാം ഭാവത്തിലായിരുന്ന ഇതുവരെ വ്യാഴം 11ാം ഭാവം സർവ്വ അഭീഷ്ടി സിദ്ധിയാണ് ഈ 3 നക്ഷത്രക്കാർക്കും നൽകുക. 11ാം ഭാവത്തിലേക്ക് വ്യാഴം വരുമ്പോഴാണ് ഒരാൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉയർച്ചയും വളർച്ചയും ജീവിത വിജയങ്ങളും നേടുവാൻ കഴിയുന്നത്. ഈ 12 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് വ്യാഴം 11ാം ഭാവത്തിലേക്ക് എത്തിച്ചേരുക. വ്യാഴം 11ാം ഭാവത്തിലേക്ക് എത്തിയോടുകൂടി ഈ 3 നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ ഏറ്റവും വലിയ വളർച്ച ഉണ്ടാകാൻ പോവുകയാണ്. കർമ്മരംഗത്തെ ഏറ്റവും കൂടുതൽ വിജയം ഉണ്ടാകാൻ പോകുന്നത് 11ാം ഭാവം എന്ന് പറയുന്ന ലാഭസ്ഥാനമാണ്. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഏറ്റവും ഉന്നതമായ നിലയിൽ എത്തിച്ചേരും. കർമ്മ മേഖലയിൽ നിങ്ങൾ ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നു ആണെങ്കിലും അവിടെയെല്ലാം സുനിശ്ചിതമായ വിജയം വന്നു ചേരും. തൊഴിൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ അഭിവൃദ്ധിയാണ് ഈ 3 നക്ഷത്രക്കാർക്കും വന്നു ചേരാൻ പോകുന്നത്. ജീവിത വിജയത്തിൻ്റെ കൊടുമുടിയിലേക്ക് ഈ 3 നക്ഷത്രക്കാർ
കാഴ്ചകളാണ് വരും ദിവസങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്രതീക്ഷിതമായ വിജയങ്ങൾ, ധനപരമായ നേട്ടം, തൊഴിൽ ലബ്ധി ഇതെല്ലാം വന്നു ചേരുകയാണ്. സമ്പത്ത്, ആരോഗ്യം, സൗഭാഗ്യം എന്നീ മേഖലകളിലെല്ലാം ഏറ്റവും ഉയർന്ന വിജയങ്ങൾ നിങ്ങളെ തേടിയെത്തും. എന്തൊക്കെ കാര്യങ്ങളാണോ നിങ്ങൾക്ക് ജീവിതത്തിൽ മുടങ്ങിക്കിടന്നിരുന്ന അതൊക്കെ കാര്യങ്ങളാണോ അതെല്ലാം നടക്കും നിങ്ങളുടെ ഇഷ്ടം പോലെ. ഏറെ വിഷമിച്ചിരുന്ന ധനപരമായിട്ടുള്ള ഏറെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടായിരുന്നു. അതിനെയെല്ലാം മറികടന്ന് ധനപരമായി ഏറ്റവും വലിയ നേട്ടങ്ങളിലേക്ക് ബിസിനസ് മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് വലിയ രീതിയിലുള്ള ബിസിനസ് കുതിപ്പ് ഇതെല്ലാം വന്നു ചേരുന്ന ദിവസങ്ങളാണ്. വലിയ രീതിയിലുള്ള മനപ്രയാസങ്ങളും മനക്ലേശങ്ങളുമായിരുന്ന ഉത്തരം, അത്തം, ചിത്തിര നാളുകാർക്ക് നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള മനക്ലേശങ്ങളും മാറി എല്ലാ രീതിയിലുള്ള മനസമാധാനങ്ങളും വന്നു ചേരുന്നതായിരിക്കും. നിങ്ങൾക്ക് ജീവിതത്തിൽ ഇത്രയും നല്ലൊരു സമയം ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ഒരു നല്ല വ്യാഴമാറ്റത്തോടു കൂടി ഒരു നല്ല മുഹൂർത്തം വന്നു ചേർന്നിരിക്കുകയാണ്. വളരെ വലിയ രീതിയിലുള്ള ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരാൻ പോവുകയാണ്. അനുയോജ്യമായ വിവാഹബന്ധത്തിലൂടെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാവാം, അല്ലെങ്കിൽ പൈതൃക സ്വത്ത് നേരുന്നതാകാം, കിട്ടാനുള്ള ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതായിരിക്കാം, അതുമല്ലെങ്കിൽ ലോട്ടറി സൗഭാഗ്യമായിരിക്കാം, അല്ലെങ്കിൽ സർക്കാരിൽ നിന്നോ മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് കിട്ടുന്ന ധനമായിരിക്കാം. ഭൂമി വിൽപ്പനയിലൂടെ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റിൽ അങ്ങനെയൊക്കെ ആർജിക്കുന്ന വലിയ രീതിയിലുള്ള ധനമായിരിക്കാം. ഏത് രീതിയിലായാലും നിങ്ങൾക്ക് ധനപരമായി വളരെ വലിയ നേട്ടങ്ങളിലേക്കുള്ള ഒരു വർഷമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇന്നു മുതൽ അടുത്ത ജൂൺ വരെയുള്ള ഒരു വർഷക്കാലം സൗഭാഗ്യം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. മഹാവിഷ്ണു നൽകുന്ന ജീവിതത്തിലെ വിവിധ തരത്തിലുള്ള വിജയങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയാണ് നിങ്ങളെ തേടിയെത്തുക. എല്ലാ അർത്ഥത്തിലും ഈ 3 നക്ഷത്രക്കാരും ഏറ്റവും കൂടുതൽ ശോഭിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. നല്ലൊരു തൊഴിൽ കിട്ടാനായി വർഷങ്ങളായി നീണ്ട ഒരു കാത്തിരിപ്പുണ്ടായിരുന്ന ചിലർക്ക് നിങ്ങൾക്കൊക്കെ അതിനുള്ള തൊഴിൽ ഭാഗ്യത്തിനുള്ള അവസരമുണ്ട്. തൊഴിൽ നഷ്ടപ്പെട്ടിരുന്നവർ, അതിൽ ദുഃഖിച്ചിരുന്നവർ, അതെല്ലാം മാറി അനുയോജ്യമായ തൊഴിൽ ബന്ധങ്ങൾ, അനുയോജ്യമായ തൊഴിൽ അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്ന സമയമാണ്. തൊഴിൽ അന്തരീക്ഷം വളരെയേറെ മെച്ചപ്പെടും. തൊഴിൽ മേഖലകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് മേഖലകളിൽ ഉണ്ടായിരുന്ന എല്ലാ രീതിയിൽ കിതപ്പും മാന്യതയും എല്ലാം മോശപ്പെട്ട സാഹചര്യങ്ങളും മാറി ജീവിതത്തിൻ്റെ ഉയർന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് തൊഴിൽപരമായി ബിസിനസ് പരമായും നേട്ടങ്ങൾ കൊടുമുടിയിലേക്ക് നടന്നെടുക്കാൻ കഴിയും. അങ്ങനെയുള്ള ദിവസങ്ങളാണ് ഈ വന്നു ചേർന്നിരിക്കുന്നത്. ഈ ദിവസങ്ങളെ പരിപൂർണമായിട്ടും നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. സ്വദേശത്തും വിദേശത്തും തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് ആ രീതിയിൽ വലിയ വിജയങ്ങൾ വന്നു ചേരും. PSC പരീക്ഷകൾ എഴുതുന്നവർക്ക് ജീവിത വിജയമുണ്ടാവും. വർഷങ്ങളായി ആഗ്രഹിച്ചിരുന്ന പ്രൊമോഷൻ സാധ്യതകൾ വന്നു തെളിയും. അനുയോജ്യമായ സ്ഥലമാറ്റങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. ഇങ്ങനെ തൊഴിൽ എല്ലാ അർത്ഥത്തിലും ഏറ്റവും കൂടുതൽ അവസരങ്ങൾ വന്നു ചേരുന്ന, ഏറ്റവും കൂടുതൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്ന, ജീവിത വിജയങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് പരീക്ഷകളിൽ ഉയർന്ന വിജയം, ഇഷ്ടപ്പെട്ട മേഖലകളിൽ ഉപരിപഠന സാധ്യത എന്നിവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ രീതിയിലുള്ള അസ്വസ്ഥതകളും മാറി കുടുംബജീവിതം ഏറ്റവും ധന്യമാകുന്ന ഒരു മുഹൂർത്തമാണ് വന്നു ചേരുന്നത്. കലാകായിക മേഖലകളിൽ, രാഷ്ട്രീയ സാമുദായിക മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് അനുയോജ്യമായ കാലഘട്ടമാണ്. വ്യാഴമാറ്റത്തിൻ്റെ അനുകൂലമായ ഈ ഫലങ്ങൾ നിങ്ങളിലേക്ക് പൂർണ്ണമായി വന്നു ചേരുവാൻ നിങ്ങൾ 7 വ്യാഴാഴ്ചകളിൽ തുടർച്ചയായി മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ ദർശനം നടത്തി ഭഗവാൻ തുളസിമാല, പാൽപ്പായസം, നെയ്വിളക്ക് എന്നിവ നടത്തുക. നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ ഫലങ്ങൾ, വ്യാഴമാറ്റത്തിൻ്റെ ഫലങ്ങൾ പൂർണ്ണമായിട്ടും ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതിനും നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു ചേരുന്നതിനും നിങ്ങളുടെ മക്കൾക്ക് വന്നു ചേരുന്നതിനും നിങ്ങളെ ആശ്രയിക്കുന്ന എല്ലാവർക്കും അതിൻ്റെ പ്രയോജനം ലഭിക്കുക തന്നെ ചെയ്യും. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ. സർവ്വം മംഗളകരമായി ഭവിക്കട്ടെ. നിങ്ങളതിനുവേണ്ടി പ്രാർത്ഥിക്കുക. അടുത്ത വിശാഖമാന്യ തൃക്കേട്ട നാളുകാർക്ക് വ്യാഴം അഷ്ടമത്തിൽ നിന്നും ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിലേക്ക് മാറിയതോടെ കഴിഞ്ഞ ഒരു വർഷക്കാലമായി അനുഭവിച്ചു വന്ന എല്ലാ ദുരിതങ്ങൾക്കും പരിഹാരമാവുകയാണ്. ഈ 3 നാളുകാരുടെയും ജീവിതം വലിയ രീതിയിൽ പ്രയാസങ്ങളിലൂടെയാണ് കഴിഞ്ഞ ഒരു വർഷക്കാലമായി കടന്നുപോയത്. രോഗശാന്തി, ദുരിതങ്ങൾ, മനക്ലേശം, കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകൾ, ദാമ്പത്യ ബന്ധങ്ങളിലെ തകർച്ച, വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ, അങ്ങനെ ഒരുപാട് ദുരിതങ്ങളാണ് ഈ 3 നാളുകാരും അനുഭവിച്ചു വന്നിരുന്നത്. പല രീതിയിലുള്ള സാമ്പത്തിക വിഷമതകളും കടബാധ്യതകളും ഇവരെ വല്ലാതെ ഉലച്ചു. ഒന്നിനു പുറകെ ഒന്നായ ദുരിതങ്ങൾ വന്നുകൊണ്ടേയിരുന്നു. ആ ഒരു സമയമുണ്ടല്ലോ, അതെല്ലാം മാറുകയാണ്.
നിങ്ങൾ വിഷമിക്കേണ്ട കേട്ടോ. അതെല്ലാം മാറി സൗഭാഗ്യ ദിവസങ്ങളിലേക്ക്, ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ വന്നിരുന്ന സമയത്തേക്ക് നിങ്ങൾ കടന്നിരിക്കുകയാണ്. ഭാഗ്യസ്ഥാനത്ത് വ്യാഴം വന്നതോടുകൂടി നിങ്ങളുടെ എല്ലാ വിധത്തിലുള്ള പ്രയത്നങ്ങളും സഫലമാകുന്ന ദിവസങ്ങളാണ് കടന്നു വന്നിരിക്കുന്നത്. എത്രയോ കാലമായി നിങ്ങൾ നിശബ്ദമായി കരഞ്ഞിട്ടുണ്ടാവണം. ആരും കാണാതെ നിങ്ങൾ കരഞ്ഞ രാത്രികളുണ്ടാകണം. ആരോടും പറയാൻ പോലും പറ്റാതെ, നന്നായിട്ടൊന്നും ഉറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകും. പല പ്രശ്നങ്ങൾക്കും ഈ വ്യാഴമാറ്റത്തോട് പരിഹാരമാവുകയാണ്. ജീവിതത്തിൽ നഷ്ടപ്പെട്ടെന്ന് തോന്നിയ കാര്യങ്ങളെല്ലാം, അത് വ്യക്തിയായിക്കോട്ടെ, സമ്പത്തായിക്കോട്ടെ, സ്വത്തായിക്കോട്ടെ, തിരികെ പിടിക്കാൻ കഴിയുന്ന സമയമാണ്. തൊഴിൽ സംബന്ധമായ നിലനിന്നിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവുകയാണ്. സ്വദേശത്തും വിദേശത്തും തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ വന്നു ചേരുന്നു. PSC പരീക്ഷകൾ എഴുതിയവർക്ക് തൊഴിൽ സംബന്ധമായിട്ടുള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറി തൊഴിലിൽ പ്രവേശിക്കാൻ കഴിയുന്ന ദിവസങ്ങൾ വന്നു ചേരും. ഇന്നു മുതലുള്ള ഒരു വർഷക്കാലം കർമ്മ മേഖലയിൽ നിങ്ങൾ അത്ഭുതകരമായ പുരോഗതിയുടെയും വളർച്ചയുടെയും ദിവസങ്ങളായിരിക്കും. തൊഴിൽപരമായ നേട്ടങ്ങൾ മാത്രമല്ല, സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക്, സംരംഭങ്ങൾ നടത്തുന്നവർക്കും ബിസിനസ്സിൽ വലിയ രീതിയിൽ ഉള്ള ലാഭം വന്നു ചേരും ഒരു സമയമാണ്. തകർന്നു പോയി ഇനി ഒരിക്കലും രക്ഷപ്പെടില്ല എന്ന് ചിന്തിച്ച അവസ്ഥയുണ്ടല്ലോ, അതിനൊക്കെ ഒരു മാറ്റം വരികയാണ്. ഭഗവാനെ മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും തരുമ്പോൾ അതിൻ്റെ കാരണക്കാരനായ ഭഗവാനെ മുറുകെ പിടിക്കുക. പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോവുക. കാര്യം ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വന്നിരുന്ന ഭാഗ്യസ്ഥിതി വരുന്നതോടുകൂടി ഈശ്വര ആനുകൂല്യം കൊണ്ടും പല കാര്യങ്ങളും പ്രതീക്ഷിക്കുന്ന പോലെ നടക്കും. സന്താന സൗഭാഗ്യം, വിവാഹയോഗം എന്നിവയെല്ലാം വന്നു ചേരും. സുദിനങ്ങളാണ് ഇനി നിങ്ങൾക്കുള്ളത്. സാമ്പത്തികം, തൊഴിൽ, സൗഭാഗ്യം, ആരോഗ്യം, വിവാഹം എന്നീ കാര്യങ്ങളിലെല്ലാം ഈ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് നേട്ടങ്ങളുണ്ടാകും. ഈ സുവർണ്ണ കാലഘട്ടമായിരിക്കും അനുയോജ്യമായ വിവാഹ ബന്ധങ്ങളിലൂടെ പൈതൃക സ്വത്ത് നിങ്ങളുടെ കൈവശം വന്നു ചേരുന്നതിലൂടെയും സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള പണം വന്നു ചേരുന്നതിലൂടെയും വലിയ രീതിയിലുള്ള ധനസൗഭാഗ്യങ്ങൾ വന്നു ചേരും. നിധി പോലും കിട്ടാൻ ഭാഗ്യമുള്ള ഒരു സമയമാണ്. വെറുതെ ലോട്ടറി എടുത്താൽ പോലും അടിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കൂ. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്നത് എത്ര വിശ്വാസ്യതയോടുകൂടി മനസ്സിൽ കണ്ടോളൂ. നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു ആത്മവിശ്വാസം ഇല്ലേ? വെറുതെ ഒരാൾ പറയില്ലല്ലോ അങ്ങനെയൊന്നും. അപ്പോൾ ഒത്തിരി വിഷമിച്ച് കഴിഞ്ഞിരുന്നവർ തമ്മിൽ ഒന്നിക്കാനും അകന്നൊക്കെ കഴിഞ്ഞിരുന്നവർ തമ്മിൽ പാർട്ട്ണർഷിപ്പ്, ബിസിനസ് മേഖലകളിലെല്ലാം പ്രവർത്തിക്കുന്നവർക്ക് ആ ബിസിനസ് മേഖലകൾ ലാഭകരമായി മാറും. ആരോഗ്യസ്ഥിതി പൂർണ്ണമായും മെച്ചപ്പെടും. പല കാര്യങ്ങളും ഉദ്ദേശിച്ചതുപോലെ ചെയ്തു തീർക്കാൻ കഴിയുന്ന സുദിനങ്ങളാണ് കടന്നു വരുന്നത്. പൊതുവെ ഈശ്വരാധീനമുള്ള ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ജീവിതത്തിൽ എന്തൊക്കെ ആഗ്രഹിക്കുന്നുവോ ആ ആഗ്രഹിക്കുന്നതെല്ലാം സാധിക്കുവാൻ കഴിയുന്ന സമയമാണ്. വിദ്യാർത്ഥികളായിട്ടുള്ളവർക്ക് ഉപരിപഠന സാധ്യതകൾ തെളിഞ്ഞു വരും. പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടാൻ സാധിക്കും. അലസതയും മടി ഒക്കെ മാറും. പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ്. ഉദ്യോഗാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം വന്നുചേരുന്ന സമയം. അങ്ങനെ എല്ലാം കൊണ്ടും ഭാഗ്യം തെളിഞ്ഞു വരുന്ന അസുലഭ മുഹൂർത്തങ്ങളാണ് ഈ 3 നാളുകാർക്കും വന്നു ചേർന്നിരിക്കുന്നത്. തുടർച്ചയായി 7 വ്യാഴാഴ്ചകൾ മഹാവിഷ്ണു ദർശനം അല്ലെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദർശനം നടത്തി നിങ്ങളെ കൊണ്ട് പറ്റുന്ന വഴിപാടുകൾ നടത്തുക. ഭഗവത്പാദം തുളസിമാല സമർപ്പിക്കുക, നെയ്വിളക്ക്, പാൽപ്പായസം എന്നിവയൊക്കെ നിങ്ങളെക്കൊണ്ട് എന്താണോ പറ്റുന്നത്, നിങ്ങളെക്കൊണ്ട് എല്ലാത്തിനും കഴിയുമെന്നേ. നിങ്ങൾ എന്ത് ഭഗവാന് നൽകണമെന്ന് വിചാരിച്ചാൽ അതെല്ലാം സാധിക്കും. കാര്യം ഭഗവാൻ അത്രയും അനുകൂലമാണ് നിങ്ങൾക്കിപ്പോൾ. ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തിലേക്ക്, കൊടുമുടിയിലേക്ക് നടക്കുന്ന ഈ മുഹൂർത്തമാണ്. നിങ്ങൾ ഈ കുറച്ച് നാളുകാർക്ക് സങ്കടങ്ങളും എല്ലാം മാറി വിജയത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ദിവസങ്ങളിലേക്ക് നടന്നെടുക്കുക. സർവ്വം മംഗളകരമായി ഭവിക്കട്ടെ. ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് ശത്രുഭാവമായ 6ാം ഭാവത്തിൽ നിന്നും വ്യാഴം 7ലേക്ക് മാറുമ്പോൾ കുടുംബജീവിതം ഏറെ സന്തോഷകരമായി മാറും. കഴിഞ്ഞ 3-4 വർഷക്കാലമായി നിങ്ങൾ അനുഭവിച്ചിരുന്ന ദുരന്തങ്ങളുണ്ടല്ലോ, അതെല്ലാം മാറുകയാണ്. ശത്രുക്കളെപ്പോലെ കരുതിയിരുന്നവർ നിങ്ങളെ മിത്രങ്ങളായി സ്നേഹിക്കുന്ന സുദിനങ്ങൾ. എത്രമാത്രം ദുരിതങ്ങളിലൂടെയാണ് ഈ കഴിഞ്ഞ 3-4 വർഷം നിങ്ങൾ കടന്നുപോയത്. പറഞ്ഞറിയിക്കാൻ വയ്യാത്ത രീതിയിലുള്ള വിഷമതകൾ, സങ്കടങ്ങൾ ഉള്ളിൽ ഒതുക്കി പുറമേ ചിരിച്ചുകൊണ്ട് നിങ്ങൾ നടന്ന ആ ദിനങ്ങളുണ്ടല്ലോ, അങ്ങനെ എൻ്റെ സ്വന്തക്കാരെല്ലാം, കുടുംബക്കാർ പോലും ഒറ്റപ്പെടുത്തിയ ആ സന്ദർഭം, അതെല്ലാം മാറും. വ്യാഴം 7ാം ഭാവത്തിലേക്ക് മാറിയതോടെ നിങ്ങൾ ജീവിതത്തിൽ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കാൻ കഴിയും. ഈശ്വരാധീനം ഏറ്റവും കൂടുതലുള്ള ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം നടക്കും. വിജയം കൈവരിക്കാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് നല്ലതായിട്ടുള്ളൊരു സമയമാണ്. അനിഷ്ടഭാവത്തിൽ ഇരുന്നവരെല്ലാം ഇഷ്ടഭാവമായി മാറും. അപ്പോൾ യാത്ര, കുടുംബ, ബിസിനസ്, തീർത്ഥയാത്രകൾ ഇതൊക്കെ നടത്താനുള്ള ഭാഗ്യമുണ്ട്. പുതിയ വാഹനം വാങ്ങിക്കും. പുതിയ വാഹനങ്ങൾ, പഴയ വാഹനങ്ങൾ മാറി വാങ്ങിക്കും. കച്ചവടത്തിൽ നിന്നും വലിയ രീതിയിലുള്ള
ലാഭം വന്നു ചേരും. ചെറിയ ചെറിയ വീഴ്ചകൾ വലിയ വലിയ നേട്ടങ്ങൾക്ക് കാരണമാകുന്ന സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. പുതിയ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ വീട് പുതുക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാം അനുകൂലമായ സമയമാണ്. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനമാനങ്ങൾ ലഭിക്കും. സമയം 7ാം ഭാവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ഈ മാറ്റം ഈ 3 നാളുകളിലും പ്രണയബന്ധങ്ങൾ കൂടുതൽ ഊഷ്മളമാകാൻ സഹായിക്കും. ഏറ്റവും ഇപ്പോൾ പ്രണയബന്ധങ്ങളൊക്കെ കൂടുതൽ ഊഷ്മളം ആകും. പിന്നെ ഏറ്റവും അടുത്ത് പറയേണ്ട വിവാഹബന്ധങ്ങളാണ്. അനുയോജ്യമായ വിവാഹബന്ധങ്ങൾ വന്നു ചേരും. അവിവാഹിതർക്ക് വിവാഹബന്ധങ്ങൾ ആലോചിക്കുന്നവർക്കും വിവാഹബന്ധങ്ങൾ നല്ലത് വന്നു ചേരും. അനുയോജ്യമായ സമയമാണ്. പിന്നെ പ്രണയബന്ധങ്ങൾ വിവാഹത്തിൽ വന്ന് കലാശിക്കാനിടയുണ്ട്. അങ്ങനെ നിങ്ങളുടെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ സൗഭാഗ്യങ്ങളും വരുന്നത് ഒരു സമയമാണ്. അപ്പോൾ നിങ്ങളിതെല്ലാം മനസ്സിൽ കണ്ട് പരീക്ഷകളിൽ ഉന്നത വിജയമുണ്ടാവും. എന്താണ് നിങ്ങൾക്ക് എന്ത് ഭാഗ്യമാണ് ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ, എന്താണ് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. എല്ലാത്തിനും ജീവിതത്തിൽ ഏറ്റവും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന സമയമാണ്. ദാമ്പത്യ ജീവിതമൊക്കെ സ്ട്രോങ് ആയിട്ട് പോകും. കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറും കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് അത്രയും നല്ലൊരു സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഉത്രാടം, അവിട്ടം, തിരുവോണ നക്ഷത്രക്കാരിൽപ്പെട്ട ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിൽ ആ വീട് രക്ഷപ്പെട്ടു എന്ന് തന്നെ പറയാം. അത്രയേറെ സൗഭാഗ്യമാണ് വ്യാഴമാറ്റത്തിലൂടെ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾ തല നടന്നിട്ടുള്ളവരാണ് ഇന്ന് തല ഉയർത്തി നടക്കാൻ അന്തസ്സോടെ അഭിമാനത്തോടെ നടക്കാൻ കഴിയുന്ന ദിവസങ്ങൾ വരും. വിവാഹ ബന്ധങ്ങളൊക്കെ വേർപ്പെടുത്തിയിട്ടുള്ളവർക്ക് പുനർവിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ വിവാഹ ബന്ധങ്ങൾ വന്നു ചേരും. സന്താന സൗഭാഗ്യം എടുത്തു പറയേണ്ട ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. സന്താനങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുകൾ മാറും. മനസ്സിൻ്റെ ദുഃഖഭാരങ്ങളെല്ലാം മാറി ജീവിതം ഏറ്റവും കൂടുതൽ ശോഭിച്ചു നിൽക്കുന്ന ഒരു വർഷക്കാലമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത്. വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് തുളസിമാലയും നെയ്വിളക്കും സമർപ്പിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ മന്ത്രങ്ങൾ ദിവസവും നിഷ്ഠയോടുകൂടി ചൊല്ലുക. രാവിലെയും വൈകിട്ടും ജപിക്കുക. സർവ്വം മംഗളകരമായി ഭവിക്കും. നിങ്ങളുടെ ജീവിതം ഏറ്റവും സന്തോഷകരമായി തീരും. ഏതു ദിവസവും നിങ്ങളിത് കേട്ടിട്ട് നിങ്ങൾ നോക്കിക്കോ. അടുത്ത ദിവസങ്ങളിൽ മുതൽ ഇത് അച്ചിട്ടാണ്. നിങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല. 4ാം ഭാവത്തിൽ നിന്നും 5ാം ഭാവത്തിലേക്ക് വ്യാഴം മാറിയതോടുകൂടി മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർ സ്വർഗതുല്യമായ സൗഭാഗ്യങ്ങളിലേക്കാണ് കടക്കുന്നത്. സന്താന ഭാവമാണ് 5ാം ഭാവം. മുഖ്യമായും കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് സന്താനപ്രാപ്തി ലഭിക്കുന്ന ഒരു വർഷക്കാലമാണ് വന്നു ചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ വിവാഹം നടക്കാത്തവർക്ക് അനുയോജ്യമായി വിവാഹ ബന്ധങ്ങൾ വന്നു ചേരുന്ന സമയം. വിവാഹ സ്വപ്നം പൂവണിയും സന്താന സൗഭാഗ്യം വന്നു ചേരും. ഈ 2 കാര്യങ്ങൾ മുഖ്യമായും 5ാം ഭാവത്തിലേക്ക് വ്യാഴം മാറിയതോടുകൂടി പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി നാളുകാർക്ക് വന്നു ചേരുകയാണ്. വർഷങ്ങളായി നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാകും. ജീവിതത്തിലേക്ക് അലസതകളും മടികളും എല്ലാം മാറ്റി മുന്നേറി പുതിയ പുതിയ പദ്ധതികളൊക്കെ ആലോചിച്ച് പല വഴിക്ക് സമ്പാദ്യം നിങ്ങളുടെ കയ്യിലേക്ക് വന്നു ചേരും. നിങ്ങളുടെ ഒരു വിവേകത്തിൻ്റെ ഒരു കാലഘട്ടം കൂടിയാണിത്. പിതൃ സ്വത്ത് മേലുള്ള തർക്കങ്ങൾ പൂർണ്ണമായിട്ട് പരിഹരിക്കപ്പെടും. നിങ്ങൾ വർഷങ്ങളായി അനുഭവിച്ചു വന്നിരുന്ന മാനസിക ശാരീരിക ക്ലേശങ്ങൾ പൂർണ്ണമായും ഇല്ലാതാവും. രാഷ്ട്രീയ, സാമുദായിക, സാമൂഹിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് നേതൃത്വത്തിലേക്കൊക്കെ എത്താൻ പറ്റിയ ഒരു കാലഘട്ടമാണ്. ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാവും. നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ദിവസങ്ങളായിരിക്കും. നമ്മൾ ഏറ്റവും വിഷമമുള്ള ചില കാലഘട്ടത്തിലൂടെയാണല്ലോ നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾക്ക് സമ്പത്ത്, ബാങ്ക് ബാലൻസുകളൊക്കെ വരുന്ന ഒരു സമയമാണ്. പ്രായഭേദമന്യേ നാനാ തുറകളിൽ പെട്ടവർക്ക് എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും വരും. വിദ്യാർത്ഥികൾക്ക് പരീക്ഷയിൽ വിജയം, ഉപരിപഠന സാധ്യത കൈവരിക്കുവാൻ കഴിയും. തൊഴിൽ മേഖലയിൽ ഏറ്റവും കൂടുതൽ നേട്ടങ്ങളായിരിക്കും ഈ 3 നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നത്. അപ്പം നിങ്ങളുടെ ജീവിതത്തിനെ ആകപ്പാടെ മാറ്റുന്ന ഒരു സമയമാണ് ഇനിയുള്ള സമയം. അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾ ജീവിതത്തിൽ സന്തോഷകരമായി മുന്നോട്ട് പോവുക. തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു സുവർണ കാലഘട്ടമാണ് ദൈവം സമ്മാനിക്കുന്നത്. പ്രമോഷന്, മികച്ച ജോലി അവസരങ്ങൾ, പ്രൊഫഷനുകളെ തേടിയെത്തും. ജാതകം അനുകൂലമായി ഗ്രഹനിലയുള്ളവർക്ക് വിവാഹ കാര്യങ്ങൾ എടുത്തു പറയേണ്ടതില്ലല്ലോ. ഇതെല്ലാം ഞാൻ വളരെ വിശദമായി
പറഞ്ഞതാണ്. ഇത് ഭാവിയിലേക്ക് ധീരമായ ഒരു ചുവടുവെപ്പാണ്. വളരെ സ്പീഡിൽ നമ്മൾ പറഞ്ഞു പോകുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഒരുപാട് സമയം ഇതിലിരുത്താനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ്. കാര്യം അത്രയും സമയം നിങ്ങളുടെ നഷ്ടപ്പെടുത്താതിരിക്കാൻ വേണ്ടിയാണ് കുറച്ച് സ്പീഡിൽ പറയുന്നത്. നിങ്ങൾ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിക്കും. ഒരു ഭാഗ്യവർഷക്കാലമാണ്. വിദേശത്ത് നിന്ന് നാട്ടിൽ തിരിച്ചെത്തി ഒരു ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് നല്ല സമയമാണ്. പിതൃ സ്വത്ത് ലഭിക്കും. അനുഭവ ഗുണങ്ങളൊക്കെ ജീവിതത്തിൽ പിതൃ സ്വത്ത് വഴിയുണ്ടാവും. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാവിധ ഭിന്നതകളും മാറി രോഗശാന്തി ദുരിതങ്ങൾക്ക് ശമനം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. വ്യാഴമാറ്റത്തിൻ്റെ ഈ പോസിറ്റീവ് ഫലങ്ങൾ പൂർണ്ണമായിട്ടും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ തുടർച്ചയായി 7 വ്യാഴാഴ്ചകൾ മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി ഭഗവാന് മാലയും നെയ്വിളക്കും സമർപ്പിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ തുടങ്ങിയ മന്ത്രങ്ങൾ ദിവസവും രാവിലെയും വൈകിട്ടും ജപിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും വർദ്ധിക്കുമെന്ന് മാത്രമല്ല കുടുംബജീവിതം ഏറ്റവും സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് കഴിയും. എല്ലാവർക്കും നല്ലത് വരട്ടെ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഓരോന്നും ഞാൻ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. കുറച്ച് സ്പീഡിൽ പറഞ്ഞത് വീണ്ടും പറയുന്നു. നിങ്ങൾ ആ സമയം കുറയ്ക്കാൻ വേണ്ടി ഇത്രയും പറഞ്ഞു വരുമ്പോൾ കുറച്ച് സമയമാവുമല്ലോ, അതുകൊണ്ടാണ്. വളരെ നല്ല സമയം കേട്ടോ. ഈ ഒരു നക്ഷത്രത്തിൽ പെടുന്ന ഈ കൂട്ടത്തിൽ വരുന്ന ഒരാളായതുകൊണ്ട് ഞാനും അതിൽ ഒരുപാട് സന്തോഷിക്കുന്നു. കൃഷ്ണ ഗുരുവായൂരപ്പ, നമുക്കും ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല പല പ്രതിസന്ധികളിൽ നിന്നും ഭഗവാൻ വഴി തുറന്നു തന്നു. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരും അതിൽ പെടുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ നിങ്ങളുടെ നക്ഷത്രം, പേര്, പ്രത്യേകമായി വിഷയമുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. നമ്മൾ വ്യാഴാഴ്ച പൂജയിൽ നിങ്ങളുടെ പേര് നക്ഷത്രവും തീർച്ചയായിട്ടും വന്നിരിക്കും. അതിന് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ നക്ഷത്രവും പേരും പറയുക. എന്തെങ്കിലും പ്രത്യേക വിഷയങ്ങളുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുകയുള്ളൂ. തുടർന്ന് വീഡിയോ എല്ലാം ചെയ്യാൻ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അപ്പോൾ ഇനിയും അടുത്ത വീഡിയോയായി ഉടനെ കാണാം. നിങ്ങളുടെ സ്വന്തം ഐശ്വര്യ ലക്ഷ്മി. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ.